Welcome to Harvest Online classes. നമുക്ക് question number 36 നോക്കാം. Now we'll go to question number 36. എന്താ 36 പറയുന്നത്? The length of the perpendicular drawn from the origin to the tangent drawn to this curve at x equals 0 എന്നാണ്. അപ്പം ഇവിടെ x coordinate 0 ആണ് തന്നിട്ടുണ്ട്. x equals 0 എന്നുള്ള പോയിന്റിൽ ആ കേർവിൻ്റെ മുകളിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിലേക്ക് ഒറിജിന് എത്ര ദൂരമുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം 0 ഒരു പോയിൻ്റാണ്. ഈ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? ഇവിടെ വൈയുടെ വാല്യൂ കാണുക. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? എക്സിന് പകരം 0 കൊടുത്താൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? വൈ ഈക്വൽസ് e പവർ 0 പ്ലസ് 2. e പവർ 0 1 ആണ്. വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഈ പോയിൻ്റ് 2 ആണ്. അപ്പോൾ ഈ പോയിൻ്റ് 0,2 ആണ്. ഇനി ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ടു ദ ലൈൻ? യു നോ ഇക്വേഷൻ ടു എനി ലൈൻ ഇസ് y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു x മൈനസ് x1. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു x മൈനസ് x1. ഇതാണ് ഇക്വേഷൻ. അപ്പം ഇതിൽ എം കിട്ടിയാൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ ഈ ദൂരം കിട്ടി. ഓക്കെ, ഹൗ ടു ഫൈൻഡ് എം? വാട്ട് ഈസ് എം? എം ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ദ കർവ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് ഡിവൈഡ് ബൈ എക്സ്? ഇറ്റ് ഈസ് 4e പവർ 4x. നൗ വാട്ട് ഈസ് ഡിവൈഡ് ബൈ എക്സ് അറ്റ് ദാറ്റ് പോയിന്റ്? എക്സിന് പകരം 0 കൊടുക്കാം. വൈ കൊടുക്കാനില്ല, 4e⁴x ആണ്. അപ്പോൾ എക്സിന് പകരം 0 കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു e⁴ ദാറ്റ് ഇസ് 1. അപ്പോൾ ഇതായിരിക്കും എം. ആ എമ്മിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ വാട്ട് ഇസ് ഇക്വേഷൻ ടു ദ ലൈൻ? ഇറ്റ് ഇസ് 4x മൈനസ് y പ്ലസ് 2 = 0. ഇതാണ് ഇക്വേഷൻ അല്ലേ? വൃത്തിയിൽ എഴുതിയാൽ അങ്ങനെ ഉണ്ടാവാം. Now what's the distance from the origin to a line? Modulus of minus e by root of a square plus b square. What's the distance from the origin to this line? ഈ ലൈൻ്റെ പേരാണിത്. ഈ ലൈൻ്റെ പേരാണ് 4x minus y plus 2 equals 0. What's the distance from the origin? It is distance from the origin. It is OP is equal to എന്തായിരിക്കും? Modulus of 2 by root of a square plus b square. അത് ചെയ്യാം. It is 16 plus 1 17. It is 2 by root 17. The answer is 2 by root 17. C is the answer. Now we'll come to question number 37. 37 ഇതാ പറയുന്നത്. f of x equals ഇതാണെങ്കിൽ ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ്, ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആണെന്ന് പറയാം? കർവ് ഇങ്ങനെയാണ്. ഇൻക്രീസിങ് ആണെന്ന് പറയാം എപ്പോഴാണ്? കർവ് ഇങ്ങനെയാണ്. ഇൻ ദാറ്റ് കേസ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ്. അതിൻ്റെ കാര്യം എന്താ? എവിടെ നിങ്ങൾക്ക് ടാൻജൻറ്റ് വരച്ചാലും അത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ടാൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും. ഡെറിവേറ്റീവ് വിൽ ബി പോസിറ്റീവ്. സ്ലോപ്പ് ആണല്ലോ ടാൻജൻറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയാൽ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. എപ്പോഴാണ് ഡിക്രീസിങ് ആണെന്ന് പറയാം? കർവ് ഇങ്ങനെ ആയാലും. അപ്പോൾ എവിടെ ടാൻജൻറ്റ് വരച്ചാലും ഉണ്ടാക്കുന്ന ആംഗിൾ എപ്റ്റൂസ് ആംഗിൾ ആയിരിക്കും. ഡെറിവേറ്റീവ് ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഡെറിവേറ്റീവ് വിൽ ബി ലെസ് ദാൻ 0. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇഫ് ഡെറിവേറ്റീവ് ഇസ് പോസിറ്റീവ്. Function is strictly decreasing if derivative is negative. Okay. Now, you find the derivative of this function. On the differentiate you, f dash x is equal to. ഇവിടെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ കേട്ടോ. f dash x is equal to x plus 2 e power minus x into minus 1 plus e power minus x into 1. അപ്പോൾ അതൊന്ന് e power minus x പുറത്തേക്ക് എടുക്കാം. So what you get is minus x minus 2 plus 1, or you will be getting e power minus x into minus x minus 1. ഇതാണ് f dash x. ശരിയല്ലേ? ചോദ്യം, ഇത് എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? ഇറ്റ് ഈസ് ഇൻക്രീസിങ്. f is increasing if f dash x is positive. അല്ലേ? f എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? f dash x പോസിറ്റീവ് ആവും. f dash x എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ഇത് പോസിറ്റീവ് ആവും എന്ന് വെച്ചാൽ e⁻⁻x ഇൻറ്റു -x - 1 പോസിറ്റീവ് ആവും.
പോസിറ്റീവോ നെഗറ്റീവോ ചോയ്സിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ ഉണ്ട്, ഏതെങ്കിലും പോസിറ്റീവിൽ മാത്രം ഡിസ്കസ് ചെയ്തോളൂ. അപ്പോൾ e raised to minus x into minus x minus 1 പോസിറ്റീവാണ്. e raised to minus x എപ്പോഴും പോസിറ്റീവാണ്. എക്സ്പോണൻറ്റ് കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ എന്താവണം? മൈനസ് എക്സ് മൈനസ് 1 പോസിറ്റീവാണ് അല്ലേ? പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവ് ആവണം. മൈനസ് എക്സ് മൈനസ് 1 പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 1 നെഗറ്റീവ് ആണ്. എന്താ നമ്മൾ ചെയ്തത്? യു ആർ മൾട്ടിപ്ലൈയിങ് ബൈ നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. അപ്പോൾ എന്താണ്? എക്സ് 1-നേക്കാൾ ഇപ്പുറത്താണ്. അപ്പം എക്സ് മൈനസ് 1-ൻ്റെ ലെഫ്റ്റിൽ കിടക്കുമ്പം ഫംഗ്ഷൻ വിൽ ബി സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും? ഫംഗ്ഷൻ വിൽ ബി ഡിക്രീസിങ്. ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ആൻഡ് ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് 1 ടു ഇൻഫിനിറ്റി. അതായത് ഇവിടെ ഡെറിവേറ്റീവ് പോസിറ്റീവും ഇവിടെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഡെറിവേറ്റീവ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആക്ച്വലി ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് മൈനസ് 1 0 ആണ്. ഓക്കെ, അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1-ൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ഇവിടെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ വിൽ ബി ഡിക്രീസിങ്. അപ്പോൾ വാട്ട്സ് ദ ചോയ്സ്? എന്താ ചോയ്സ് എന്ന് പറയൂ? ഡിക്രീസിങ് ഫോർ ഓൾ എക്സ് തെറ്റാണ്. ഡിക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 ഇൻക്രീസിങ് അത് തെറ്റാണ്. ഡിക്രീസിങ് ഇൻ മൈനസ് 1 ഇൻഫിനിറ്റി ആൻഡ് ഇൻക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി 1 അതാണ് ശരി. ആൻസർ വിൽ ബി ഡി. ഡി ഈസ് ആൻസർ. മൈനസ് 1 ഇൻഫിനിറ്റിയിൽ ഡിക്രീസിങ് ആണ്, മൈനസ് ഇൻഫിനിറ്റി 1-ൽ ഇൻക്രീസിങ് ആണ്. ഡി ഈസ് ആൻസർ. ഓക്കെ, വിൽ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 38. 38 നോക്കാം. എഫ് ഓഫ് എക്സ് ഇക്വൽസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. വേണമെങ്കിൽ ഇത് വൃത്തിയിൽ എഴുതാം. എഫ് ഓഫ് എക്സ് ഇക്വൽസ് എക്സ് ഇൻറ്റു ഇ പവർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ്, ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണെന്ന ചോദ്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. യു ഡിഫറൻഷ്യേറ്റ് ദിസ്. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് x minus x square into x minus x square derivative. What is derivative of x minus x square? 1 minus 2x plus second function e raised to x minus x square into x derivative 1. ഇനി e raised to x minus x square പുറത്തെടുക്കാം. കോമൺ ആണല്ലോ, അപ്പോൾ പുറത്തെടുക്കാം. What comes inside? It is x minus 2x square plus 1. x minus 2x square plus 1. അപ്പം ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻ ടു, യു ക്യാൻ സിംപ്ലിഫൈ ദിസ് ആസ്, വേണമെങ്കിൽ നമുക്ക് മൈനസ് പുറത്തെടുക്കാം. പുറത്തെടുത്താൽ 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 വരും. ഇസ് ഇറ്റ് ഓക്കെ? ഇതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ്. വാട്ട് വി ഡു ഹിയർ ഇസ് ദിസ്, ഇത് മാത്രം ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ തോന്നും. പ്രോഡക്റ്റ് മൈനസ് 2 ആവണം, സമ്മ് മൈനസ് 1 ആവണം. പ്രോഡക്റ്റ് മൈനസ് 2ഉം സമ്മ് മൈനസ് 1. അപ്പം 2x സ്ക്വയർ ഏതൊക്കെ നമ്പേഴ്സ്? പ്രോഡക്റ്റ് മൈനസ് 2ഉം സമ്മ് മൈനസ് 1 ആവുന്ന നമ്പേഴ്സ് ഏതാ? മൈനസ് 2ഉം 1ഉം സമ്മ് മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് എക്സിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് 2x പ്ലസ് എക്സ് മൈനസ് 1. ഇതിൽ കോമൺ എടുക്കാം. യു ക്യാൻ ടേക്ക് 2x കോമൺ ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻ പ്ലസ് എക്സ് മൈനസ് 1. അപ്പോൾ ഇതിൽ എക്സ് മൈനസ് 1 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ഇൻറ്റു 2x പ്ലസ് 1. 2x പ്ലസ് 1. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫാക്ടറൈസ്ഡ് വേ. അപ്പോൾ യു റൈറ്റ് ലൈക്ക് ദിസ്. It is minus of e raised to x minus x square into x minus 1 into 2x plus 1. ഇതുവരെ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഞാൻ പറയുന്നൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. പ്ലീസ് ലിസൺ ദിസ് പ്രോപ്പർലി. ഈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് 2 ഇ പവർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു
എക്സ് മൈനസ് 1 ഇൻറ്റു യു ഹാവ് ടേക്കൺ 2 ഔട്ട്സൈഡ്. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് 1/2 എന്ന് വരും. എക്സ് പ്ലസ് 1/2 എന്ന് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗ്രാഫ് ഇതൊരു ട്രിക്കാണ്. ആ ട്രിക്ക് പ്രകാരം ചെയ്താൽ കുറച്ചുകൂടി ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഈ ട്രിക്ക് പഠിക്കുക. പ്ലീസ് ലേൺ ദിസ് ട്രിക്ക് പ്രോപ്പർലി. നമ്മളോട് ചോദിച്ചത് ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആവുന്ന സ്ഥലം ഏതാ? അല്ല, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുന്നത്, അതായത് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുന്ന സ്ഥലം ഏതാണ്? നെഗറ്റീവ് ആവുന്ന സ്ഥലം ഏതാണ്? 0 ആവുന്ന സ്ഥലം ഏതാണ്? അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഇത് 0 ആവുന്ന സ്ഥലം ഏതാ? എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം ഏതാ? എഫ് ഡാഷ് എക്സ്, ഇതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം ഏതാ? എക്സ് 1 ആകുമ്പോഴും ഡെറിവേറ്റീവ് 0 ആവും, -12 ആകുമ്പോഴും ഡെറിവേറ്റീവ് 0 ആവും. 1 ആകുമ്പോഴും എക്സ് മൈനസ് 1 0 ആവും, അപ്പോൾ ഡെറിവേറ്റീവ് 0 ആവും. എക്സ് -12 ആകുമ്പോഴും എഫ് ഡാഷ് എക്സ് 0 ആവും. അതായത് ഈ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ഇതാണ് 0 വെച്ചോളൂ, ഇത് 1 ആണ്, ഇത് -1/2 ആണ്. ഈ എക്സ് 1 ആകുമ്പോഴും എക്സ് 1/2 ആകുമ്പോഴും എക്സ് 1 ആകുമ്പോഴും എക്സ് 1 ആകുമ്പോഴും എക്സ് -1/2 ആകുമ്പോഴും ഈ ഡെറിവേറ്റീവ് 0 ആവുന്നുണ്ട്. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. ഡെറിവേറ്റീവ് 0 ആയാൽ, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയാൽ അത് ക്രോസ് ചെയ്യും. കാരണം എഫ് ഓഫ് 1 0 ആയതുകൊണ്ട് ഇത് കൂടി പാസ് ചെയ്യും. പിന്നെ എഫ് ഓഫ് -12 കൂടി പാസ് ചെയ്യും. -12 എക്സിന് പകരം -12 കൊടുത്താൽ ഡെറിവേറ്റീവ് 0 ആണല്ലോ, അതുകൊണ്ട് പാസ് ചെയ്യും. അപ്പം എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക നോക്കൂ. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. പിന്നെ എപ്പോഴും എക്സ് എന്ത് തന്നെയായാലും e⁻x² പോസിറ്റീവാണ്, വാട്ട് എവർ ബി ദ വാല്യൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ x-1 x-12. അപ്പം ഇവിടെ ഗ്രാഫ് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനൊരു വേവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേവ് എന്ന് പറയുന്നത് നോക്കാം. ശ്രദ്ധിക്കണേ, ഈ വേവ് ഒന്ന് ആലോചിക്കുക, അത് ട്രിക്കാണ്. ഈ വേവ് ഒന്ന് ആലോചിക്കുക. എന്താ വെച്ചാൽ എക്സ് 1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എക്സ് -1/2 ആണെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 0 ആണ്. എക്സ് 1-നേക്കാൾ വലുതാവും. ഇഫ് യു ടേക്ക് എൻ എക്സ് ഹിയർ, 1-നേക്കാൾ വലുതാണെങ്കിൽ ഇത് പോസിറ്റീവാണ്. എക്സ് 1-നേക്കാൾ വലുതാണെങ്കിൽ, ഇപ്പം 2 ആണെങ്കിൽ 2 - 1 പോസിറ്റീവ് അല്ലേ? അപ്പം ഇഫ് എക്സ് ഇസ് ടേക്കിംഗ് വാല്യൂസ് ബിഗർ ദാൻ 1, ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ -2 നെഗറ്റീവാണ്. അപ്പം ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ഈ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ്. അതുകൊണ്ടാണ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ, 1-ൻ്റെ ഇപ്പുറത്ത് വരുമ്പം കേർവ് താഴെ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഓക്കെ. ഇനി 1-ൻ്റെയും -12-ൻ്റെ ഇടയിലാണ് എക്സ് വെച്ചോളൂ, ഇവിടെയാണ് എക്സ് വെച്ചോളൂ. 1-ൻ്റെയും -12-ൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? 1-ൻ്റെ ഇപ്പുറത്താണ്, -12-ൻ്റെ അപ്പുറത്താണ്. അപ്പോൾ 1-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ x-1 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ x-1 നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. വാട്ട് അബൌട്ട് x+12? പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് ഓൾറെഡി എപ്പോഴും പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ 2 നെഗറ്റീവ് വന്നു, അപ്പോൾ പോസിറ്റീവായി. അതുകൊണ്ടാണ് ഗ്രാഫ് മുകളിൽ വരുന്നത്. അപ്പോൾ -12-ൻ്റെയും 1-ൻ്റെ ഇടയിൽ എക്സ് തിരിഞ്ഞ് കളിക്കുമ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മേലെയായിരിക്കും. മനസ്സിലായോ? ഇനി ഇപ്പുറത്താവുമ്പോഴോ, -12-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ, -12-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ എന്താ സംഭവിക്കുക? -12-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും, -12-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇതും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ 3 നെഗറ്റീവ് വരും. 3 നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ്, അല്ല 3 നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ്. കാരണം ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ 3 നെഗറ്റീവാണ്. 3 നെഗറ്റീവ് വന്നാൽ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് -12-ൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ കർവ് താഴെ വരും. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ആ കൺസെപ്റ്റ് ഒന്ന് പറയാം. അതായത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യണം. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ആദ്യം 0 ആവുന്ന സ്ഥലം നോക്കാം. ആദ്യം 0 ആവുന്ന സ്ഥലം ഏതാ? x 1 ആകുമ്പോഴും x -1/2 ആകുമ്പോഴും.
അപ്പോൾ ആദ്യം 1-ലും -1/2-ലും ക്രോസ് ചെയ്യും. വേവ് ഇങ്ങനെയാവാൻ കാരണം ഇതാണ് കാരണം. എന്താണ്? എക്സ് 1-നേക്കാൾ റൈറ്റിലാണെങ്കിൽ ഇത് 1-നേക്കാൾ റൈറ്റിലാണെങ്കിൽ എന്താവും? എക്സ് 1-നേക്കാൾ റൈറ്റിലാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓൾറെഡി എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ടേംസിൽ ഇവിടെ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് കർവ് താഴെയായിരിക്കും. ഇവിടെ ആകുമ്പം ഇതിൻ്റെ ഇടയിലാണെങ്കിൽ -1/2-ൻ്റെയും 1-ൻ്റെ ഇടയിലാണ് എക്സ് എങ്കിൽ x-1 നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ x-1/2 പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അപ്പം 2 നെഗറ്റീവ് വരും. 2 നെഗറ്റീവ് വന്നാൽ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് കർവ് മേലെ വരുന്നത്. -1/2-ൻ്റെ ഇപ്പുറത്ത് വന്നാൽ ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ 3 നെഗറ്റീവ് വരും. അപ്പം നെഗറ്റീവ് വരും. അതുകൊണ്ടാണ് കർവ് ഇങ്ങനെ. ഇതിന് പ്രത്യേകത എന്താ? ഈ കർവ് വരച്ചാൽ ഉടനെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. എന്താ? ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് എന്താ ഐഡിയ കിട്ടുക? ദ ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ വിച്ച് ഇൻ്റർവെൽ? -1/2 1. ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ വിച്ച് ഇൻ്റർവെൽ? ഇപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ -∞ to -1/2 യൂണിയൻ അപ്പുറത്ത് വരുമ്പോൾ 1 ∞. The function is strictly increasing in this interval, decreasing in this interval. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, ഈ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം -1/2 നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആവുന്നുണ്ട്. അപ്പം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആവുന്നുണ്ടെങ്കിൽ ഇത് മിനിമമാണ്. വി കോൾ ദിസ് ആസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എപ്പോഴും എൻട്രൻസിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നോക്കൂ, 1-ൻ്റെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആവുന്നുണ്ട്. 1-ൻ്റെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് നിന്ന്, അതായത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് പറയുന്നത്. 1-ൻ്റെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആവുന്നുണ്ട്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആയാൽ കയറി ഇറങ്ങുക ചെയ്യാം. അപ്പോൾ അത് മാക്സിമമാണ്. അപ്പോൾ ദിസ് ഇസ് മാക്സിമം. അപ്പം എത്ര ചോദ്യമായി നോക്കൂ, ഈ ഒരു കൺസെപ്റ്റിൽ എത്ര ചോദ്യമായി? ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക, എത്ര മാക്സിമം ഉണ്ട്, എത്ര മിനിമം ഉണ്ട്? വാട്ട് ആർ ദ ആൻസേഴ്സ്? ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ -1/2 1, ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ -∞ -1/2 യൂണിയൻ 1 ∞, മിനിമം അറ്റ് -1/2, മാക്സിമം അറ്റ് 1, മാക്സിമം അറ്റ് 1. കുറേ ചോദ്യമായിട്ടോ. ഓക്കെ, നമുക്കിനി 39ാമത്തെ ചോദ്യം നോക്കാം. 39ാമത്തെ ചോദ്യം, ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. g of x = f(x) + f(1 - x). കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും കുഴപ്പമില്ല. g of x = f(x) + f(1 - x). f"(x) നെഗറ്റീവ്. ഈ f"(x) നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ അറിയാം? f'(x) ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. f'(x) ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. "(x) നെഗറ്റീവ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് ഇൻ ഡിക്രീസിങ് ഫംഗ്ഷൻ. അങ്ങനെ മനസ്സിലാക്കാം. നൗ വാട്ട് ഈസ് g'(x)? ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. g of x ഇതാണ്. യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് g'(x). എന്തായിരിക്കും? f'(x) പ്ലസ് f'(1 - x) ഇൻറ്റു ചെയിൻ റൂളാണ്. 1 - x ഡെറിവേറ്റീവ് -1. ശരിയല്ലേ? റൈറ്റ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? g'(x)ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി f'(x) മൈനസ് f'(1 - x). തന്നിട്ടുണ്ട് f' ഡിക്രീസിങ് ഫംഗ്ഷനാണ്. f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ f'(x) ഡിക്രീസിങ് ഫംഗ്ഷനാണ്. f'(x) ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ ആണെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ ഡെറിവേറ്റീവ് വേണ്ട ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഡിക്രീസിങ് ആണെങ്കിൽ അത് 1 1 on 2 ആയിരിക്കും. 1 1 ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഹൊറിസോണ്ടൽ ലൈൻ വിൽ കട്ട് ദ ഗ്രാഫ് ഓൺലി അറ്റ് 1 പോയിന്റ്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ ആണെങ്കിൽ 1 1 ആയിരിക്കും. അതുകൊണ്ട് g'(x) 0 ആയാൽ ഇതും 0 ആവും. f'(x) മൈനസ് f'(1 - x) 0 ആവും. എന്ന് വെച്ചാൽ എക്സും 1 - x ഈക്വൽ ആവും. f'(x) will be equal to f'(1 - x) or x equals 1 - x or 2x equals 1 or x equals 1/2. എന്ന് വെച്ചാൽ g'(1/2) 0 ആണ്. അത് ഒരു നോട്ടിംഗ് പോയിന്റ് ആണ്. യു ഹാവ് ടു നോട്ട് ദാറ്റ് പോയിന്റ്. എന്താണ്? g'(x) 0 ആവുന്ന സ്ഥലം x ½ ആവുമ്പോഴാണ്. അതൊന്ന് ഓർക്കുക.
ജി ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം എക്സ് ഹാഫ് ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ ജി ഡാഷ് എക്സ് ഹാഫിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 0, 1-ലാണ്. അപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ എക്സ് ഈക്വൽസ് ഹാഫ് എന്നുള്ള പോയിന്റിൽ ജി ഡാഷ് എക്സ് 0-ആണ്. അപ്പോൾ ജി ഡാഷ് എക്സ്, അതായത് ജി ഡാഷ് ഹാഫ് 0-ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാഫിലെ ഡെറിവേറ്റീവ് 0-ആണെന്നാണ്. ഹാഫിലെ ഡെറിവേറ്റീവ് 0-ആണെന്നാൽ ഇറ്റ് ക്യാൻ ബി ദ എക്സ്ട്രീമം പോയിന്റ്, ക്യാൻ ബി ഐദർ മാക്സിമം ഓർ മിനിമം. അപ്പോൾ നോക്കാം, ജി ഡാഷ് ഹാഫ് 0-ആണ്. ഇനി നമുക്ക് നോക്കാം, അപ്പോൾ കർവ് ഇങ്ങനെ പാസ് ചെയ്യും. ഇനി ഈ 0-ൻ്റെയും ഹാഫിൻ്റെ ഇടയിൽ ജി ഡാഷ് എക്സിൻ്റെ ചിഹ്നം എന്താണെന്ന് നോക്കാം. ഞാൻ വെറുതെ ജി ഡാഷ് ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പർ എടുക്കാം, 1/4 എടുക്കാം. വാട്ട് വിൽ ബി ജി ഡാഷ് 1/4? നോക്കാം, വാട്ട് ഇസ് ജി ഡാഷ് 1/4? ജി ഡാഷ് 1/4 എന്ന് പറയുന്നത്, അതായത് 0-ൻ്റെയും ഹാഫിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പറാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കാം. 0-ൻ്റെയും ഹാഫിൻ്റെ ഇടയിലുള്ള നമ്പർ അല്ലേ 1/4? വാട്ട് ഇസ് ജി ഡാഷ് 1/4? ഇറ്റ് ഇസ് എഫ് ഡാഷ് 1/4 മൈനസ് എഫ് ഡാഷ് 1 മൈനസ് 1/4 3/4. ശരിയല്ലേ? തന്നിട്ടുണ്ട് എഫ് ഡാഷ് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇവിടെ 1/4 ആണെങ്കിൽ കുറച്ച് അപ്പുറത്തായിരിക്കും 3/4 ഉണ്ടാവും. അപ്പോൾ ഇത് എഫ് ഡാഷിൻ്റെ ഗ്രാഫാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വാട്ട് വിൽ ബി എഫ് ഡാഷ് 1/4? ഇതായിരിക്കില്ലേ എഫ് ഡാഷ് 1/4? ഇതായിരിക്കും എഫ് ഡാഷ് 3/4. ഇതൊക്കെ ഗ്രാഫിൽ വരച്ചാൽ എളുപ്പമാണ്. അപ്പോൾ എഫ് ഡാഷ് ഡിക്രീസിങ് ആയതുകൊണ്ട് എഫ് ഡാഷ് 1/4 ആയിരിക്കും എഫ് ഡാഷ് 3/4-നേക്കാൾ ബിഗർ, വലുതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും വലുത്, ഇതിനേക്കാൾ വലുത് ഇതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ ഭാഗത്ത് ജി ഡാഷ് പോസിറ്റീവ് ആയിരിക്കും. ജി ഡാഷ് ഇസ് പോസിറ്റീവ്. ഓട്ടോമാറ്റിക്കലി ഈ ഭാഗത്ത് ജി ഡാഷ് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ജി ഡാഷ് ഹാഫിൽ 0 ആവും. ജി ഡാഷ് 0-ൻ്റെയും ഹാഫിൻ്റെ ഇടയിൽ ജി ഡാഷ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെയോ ഹാഫിൻ്റെയും 1-ൻ്റെ ഇടയിൽ ജി ഡാഷ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 1 ക്ലോസ്ഡ് ആയിക്കോട്ടെ, ഇവിടെ 0 ക്ലോസ്ഡ് ആണ്. കാരണം ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഡിഫറൻഷ്യൽ, 0, 1-ലാണ്. അപ്പോൾ ക്ലോസ്ഡ് 0 ഹാഫിൽ ജി ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. അല്ല, ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ആണ്. ഇവിടെ ക്ലോസ് 0 ആണ്. ക്ലോസ് 0 ഓപ്പൺ ഹാഫ്, ഇവിടെ ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് 1. അപ്പോൾ എന്തൊക്കെ ഐഡിയ? ജി ഡാഷ് ഹാഫ് 0 ആണ്. 0 ഹാഫിൽ ജി ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജി ഇൻക്രീസിങ് ആണ് 0, 1-ൽ. ജി ഡിക്രീസിങ് ആണ് 1/2 1-ൽ. അപ്പോൾ വാട്ട് ആർ ദ ആൻസേഴ്സ്? ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇസ് ഡിക്രീസിങ് ഇൻ ദിസ് ഇൻ്റർവെൽ, ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇസ് ഇൻക്രീസിങ് ഇൻ ദിസ് ഇൻ്റർവെൽ. ആൻഡ് അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ 1/2-ൽ ജി ഡാഷ് എക്സ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ മാറുന്നത്. അപ്പോൾ ഹാഫിൽ എന്തായിരിക്കും? അറ്റ് ഹാഫ് ജി ഓഫ് എക്സ് ഹാസ് മാക്സിമം. അപ്പോൾ 3 ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. എന്താണ്? G is increasing in this interval, G is decreasing in this interval, and G has maximum at x equals half. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം? G increases in minus infinity half, തെറ്റാണ്. G increases in 0 2, തെറ്റാണ്. G increases in 1/2 infinity, തെറ്റാണ്. D ആണ് ആൻസർ. G decreases in 1/2 1. G decreases in 1/2 1. ഇതാണ് ആൻസർ. G decreases in 1/2 1. That is answer. Okay, D is answer. Okay. Now go to question number 40. F of x ഇതാണ്. It is given that f of x equals this. E raised to x into x minus 1 into x minus 2 dx. ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ് ആവുക, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ് ആവുന്നത്? സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് ഈക്വൽസ്, നമുക്കറിയാലോ ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? ഇറ്റ് ഇസ് ഇ പവർ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇ പവർ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പം ഇത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കൂ. ഇത് ഇ റേസ് ടു എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വേവ് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം നോക്കാം. ഈ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന, ഇതൊരിക്കലും 0 ആവില്ല. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം എക്സ് 1 ആകുമ്പോഴും എക്സ് 2 ആകുമ്പോഴും. അപ്പോൾ 1 ആകുമ്പോഴും 2 ആകുമ്പോഴും ഗ്രാഫ് ക്രോസ് ചെയ്യും. 1 ആകുമ്പോഴും 2 ആകുമ്പോഴും ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. ഇവിടെ ഞാൻ വേവ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ്. ഇവിടെ ഗ്രാഫ് ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരിച്ചു വരച്ചു, കാരണം പുറത്തൊരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ എങ്ങനെ വരയ്ക്കാൻ കാരണം, ഇവിടെ നോക്കൂ, എക്സ് ഇവിടെയാണ് വെച്ചോളൂ. ഇവിടെ ആകുമ്പോൾ എന്താ നോക്കിയാൽ x-2 പോസിറ്റീവാണ്, x-1 പോസിറ്റീവാണ്. അപ്പോൾ ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇത് മൊത്തം പോസിറ്റീവാണ്. അതുകൊണ്ട് ഗ്രാഫ് മേലെ 1ൻ്റെ 2ൻ്റെ ഇടയിൽ എക്സ് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെയാണ് എക്സ് എങ്കിൽ x-2 നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ x-1 പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് ബ്രാക്കറ്റിൽ ഒരാൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഗ്രാഫ് താഴെയായിരിക്കും. ഇപ്പുറത്ത് എത്തുമ്പോഴോ ഇവിടെയാണ് എക്സ് എങ്കിൽ x-1 നെഗറ്റീവാണ്, x-2 നെഗറ്റീവാണ്, രണ്ട് നെഗറ്റീവാണ്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഗ്രാഫ് എൽ ബി മേലെ. അപ്പോൾ ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഗ്രാഫ് അറിഞ്ഞാൽ പെട്ടെന്ന് ഐഡിയ കിട്ടും. എന്താണ് എപ്പോഴൊക്കെയാണ് ഡെറിവേറ്റീവ്, ഇത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് താഴെയാണെങ്കിൽ നെഗറ്റീവ്, ഗ്രാഫ് മേലെയാണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ്. അപ്പോൾ വാട്ട് യു ക്യാൻ സേ എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ്, എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ് ഇൻ ദിസ് ഇൻറ്റർവൽ, എഫ് ഡാഷ് എക്സ് ഇസ് നെഗറ്റീവ് ഇൻ ദിസ് ഇൻറ്റർവൽ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഇൻക്രീസിങ് ഇൻ വാട്ട് ഇൻറ്റർവൽ, ഈ 1ൻ്റെ ഇപ്പുറത്തും 2ൻ്റെ അപ്പുറത്തും ഇൻക്രീസിങ് ആണ്, 1ൻ്റെ 2ൻ്റെ ഇടയിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ വാട്ട് ഇസ് എ ഇൻറ്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്, -∞ 1 union to infinity, and the function is decreasing in what interval, ഇതിൻ്റെ ഇടയിൽ 1 2. പിന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം, എന്താണ് ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം 1ൽ 0 ഉണ്ട്, എഫ് ഡാഷ് 1 0 ആണ്. അപ്പോൾ 1ൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവ് ഇസ് ചേഞ്ചിങ് ഇറ്റ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമം ആണ്. അപ്പോൾ ഇത് മാക്സിമം ആണ്, ഇത് മാക്സിമം ആണ്, ദിസ് ഇസ് മാക്സിമം. ഇവിടെയോ ദിസ് ഇസ് മിനിമം. അപ്പോൾ ഇത് 4 ചോദ്യമായി. എന്തൊക്കെയാണ് 4 ചോദ്യം? ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക, ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക, പിന്നെ എവിടേക്കാണ് മാക്സിമം, എവിടേക്കാണ് മിനിമം. വാട്ട്സ് ദ ആൻസർ? ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഇൻ ദിസ് ഇൻ്റർവെൽ ആൻഡ് ഡിക്രീസിങ് ഇൻ ദിസ് ഇൻ്റർവെൽ. മാക്സിമം അറ്റ് 1 ആൻഡ് മിനിമം അറ്റ് 2. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് 41ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 41ാമത്തെ ചോദ്യം പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ലെബനിറ്റ്സ് തിയറായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യനാണ്. ലെബനിറ്റ്സ് തിയറും പിന്നെ ആപ്ലിക്കേഷൻസ് ഡെറിവേറ്റീവ് ഉള്ളത്. അപ്പം അതിലെ ചോദ്യം കണ്ടോ, ഓപ്ഷൻസ് മുഴുവനും മാക്സിമം മിനിമം ഒക്കെയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. യു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ. ഇപ്പോൾ പോസ് ചെയ്തിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ഡിഫറൻഷ്യേറ്റ്, ലെബനിറ്റ്സ് തിയറം ഉപയോഗിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഈ എക്സിനെ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, പിന്നെ ആ ഇൻ്റഗ്രൽ പോവും. പിന്നെ 1 കൊടുത്തിട്ട് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ആ ഭാഗം ഉണ്ടാവുകയില്ല. അപ്പോൾ വാട്ട്സ് ദ ആൻസർ? എന്താ വരിക? 2 ഇൻറ്റു ടിക്ക് പകരം x-1 ഇൻറ്റു x-2 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ടിക്ക് പകരം x-1 സ്ക്വയർ ഇൻറ്റു x-2 സ്ക്വയർ. ഇതാണ് എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ അല്ലേ. നൗ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ ചെയ്യാം? യു ക്യാൻ ടേക്ക് സംതിങ് കോമൺ ഫ്രം ദിസ് അല്ലേ. x-1 can be taken outside, x-2 square can also be taken outside. അപ്പോൾ x-1 പുറത്തേക്ക് എടുക്കുക, x-2 സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. ഇനി ഉള്ളിൽ എന്താ വരിക? 2 ഇൻറ്റു x-2 പ്ലസ് ഇതിൽ x-2 സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്, x-1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു x-1 അല്ലേ, ശരിയല്ലേ? റൈറ്റ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതൂ. വാട്ട് യു ഗെറ്റ്? അപ്പോൾ ഇവിടെ ഒരു 2. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് x-1 ഇൻറ്റു x-2 സ്ക്വയർ ഇൻറ്റു നോക്കൂ 2x പ്ലസ് 3x 5x -4 പ്ലസ് 3 -3 -7. ഇതിൽ യു ടേക്ക് 5 ഔട്ട്സൈഡ്, 5 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 5 പുറത്തേക്ക് എടുക്കുമ്പം 5 ഇൻറ്റു x-1 ഇൻറ്റു x-2 സ്ക്വയർ ഇൻറ്റു x-7/5. ഇതാണ് എഫ് ഡാഷ് എക്സ്. ഇതാണ് എഫ് ഡാഷ് എക്സ്. ഇതിൽ നിന്ന് മാക്സിമം മിനിമം ഒക്കെയാണ് ചോദിച്ചത്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ബോർഡ് എക്സാമിനേഷന് നിങ്ങൾ പഠിച്ചതായിരിക്കില്ല. പ്ലീസ് ഡ്രോ വേവ് കർവ്. നമ്മൾ കുറച്ച് മുമ്പേ വേവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്യാൻ യു ഡ്രോ ദ വേവ് കർവ് നൗ? ഒന്ന് വേവ് കർവ് വരയ്ക്കൂ. ഇതാണ് എക്സ് ആക്സിസ്. ഒന്ന് വേവ് വരയ്ക്കാം. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം നോക്കാം. ഏതൊക്കെയാണ് 0 ആവുന്ന സ്ഥലം? 1, 2, 7/5. 7/5 പറഞ്ഞാൽ ഏകദേശം
1.4 ആണ് അല്ലേ, 1.4, 20-ൽ 4, 1.4 ആണ്. അപ്പം ഇത് 1 ആണ്, ഇത് 2 ആണ്. 1.4 എന്ന് ഇവിടെ എവിടെയായിരിക്കും, ദിസ് ഇസ് 1.4. അപ്പോൾ ഗ്രാഫ് ഈ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് 1-ൽ ക്രോസ് ചെയ്യും, കാരണം എഫ് ഡാഷ് 1 പൂജ്യമാണ്. 2-ൽ ക്രോസ് ചെയ്യും, എഫ് ഡാഷ് 2 പൂജ്യമാണ്. 7/5-ലും ക്രോസ് ചെയ്യും, ഡെറിവേറ്റീവ് പൂജ്യമാണ്. അപ്പം 7/4 1/4 അല്ലേ, 1/4 ആണ്, ശരിയാണ്. അപ്പം ഇവിടെ നോക്കൂ, ശ്രദ്ധിക്കുക, ഞാനിവിടെ വേവ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. 2-ൽ കണ്ടോ x-2 സ്ക്വയർ ആണ്, അവിടെ ഞാൻ വേവ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ വേവ് മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ആൻഡ് വെരി ഫാസ്റ്റ് ടൂൾ. എന്താ കാരണം നോക്കാം, എന്തുകൊണ്ടാണ് വേവ് അങ്ങനെ വരുന്നത്? ഇവിടെ x-2 സ്ക്വയർ ആയതുകൊണ്ടാണ്. എന്താ കാരണം വെച്ചാൽ 2 ആകുമ്പോഴും 7/5 ആകുമ്പോഴും 1 ആകുമ്പോഴും ഡെറിവേറ്റീവ് പൂജ്യമാണ്. ഓക്കെ, റൈറ്റ്. ഇത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ഡെറിവേറ്റീവ്. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. y = f ഡാഷ് എക്സ് കേട്ടോ. y = f ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. കണ്ടോ 2-ലാകുമ്പോൾ കണ്ടോ 2-ൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, കാരണം എക്സ് 2-നേക്കാൾ വലിയ നമ്പർ കൊടുത്താലും 2-നേക്കാൾ ചെറിയ നമ്പർ കൊടുത്താലും ഈ സാധനം പോസിറ്റീവേ ആവുള്ളൂ. ഈ സാധനം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2-ൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ തൊട്ട് ഒരസി പോകുന്നത് മുകളിലേക്ക്. മനസ്സിലായോ? ഇനി ഇവിടെ എത്തുമ്പോൾ എന്താവും, ഇത് 7/5 ആണ്. 1.4 7/5 ആണ്. 7/5യുടെ അപ്പുറത്ത്, 7/5യുടെ ഇപ്പുറത്ത് 2-ൻ്റെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ 7/5യുടെ ഇപ്പുറത്താവുമ്പോൾ എന്താ വരിക, ഇത് നെഗറ്റീവ് ആവും. ഇഫ് എക്സ് ഇസ് ടേക്കിംഗ് വാല്യൂസ് ബിലോ 7/5 ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും, ഇത് ഓട്ടോമാറ്റിക്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് എപ്പോഴും പോസിറ്റീവാണ്, ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എക്സ്, ഇറ്റ് ഇസ് പോസിറ്റീവ്. അപ്പം എക്സ് ഇവിടെ ആവുമ്പോൾ ബിറ്റ്വീൻ 1 and 7/5 ആയാൽ ഈ സാധനം നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലുണ്ടോ? ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ആയാൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് താഴെ വരുന്നത്. ഇനി 1-ൻ്റെ ഇപ്പുറത്തായാലോ, 1-ൻ്റെ ഇപ്പുറത്തായാൽ ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. കാരണം 1-ൻ്റെ ഇപ്പുറത്താണെങ്കിൽ x-1 നെഗറ്റീവാണ്, x-7/5 നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് 2 നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആവും. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ്? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഫ്രം ദിസ്? ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദിസ് ഇൻ്റർവെൽ. ഏതൊക്കെ ഇൻ്റർവെൽ ഇൻക്രീസിങ് ആവുക? ഇൻക്രീസിങ് ഇൻ വിച്ച് ഇൻ്റർവെൽ? -∞ to 1 യൂണിയൻ എന്താണ്? 1.4, that is 7/5 to union to infinity. യൂണിയൻ ടു ഇൻഫിനിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2-ൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ 0 ആണെങ്കിലും അത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ എഴുതാം, 7/4 ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ എന്താ? കാരണം ഇവിടെ 0 ആണെങ്കിലും ഇത് എക്സ്ട്രീമം പോയിൻ്റ് അല്ല. കാരണം എന്താ? എക്സ്ട്രീമം പോയിൻ്റ് ആവണമെങ്കിൽ മാക്സിമവും മിനിമം ആവണം. മാക്സിമവും മിനിമം ആവണമെങ്കിൽ എന്താവണം? ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലത്തെടുത്ത നെയ്ബർഹുഡ് ഒന്നുകിൽ നെഗറ്റീവ് ആവണം, അപ്പുറത്ത് പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇത് ഇപ്പുറത്തും പോസിറ്റീവ് അപ്പുറത്തും പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയിൻ്റ് എക്സ്ട്രീമം പോയിൻ്റ് അല്ല, ദോ ഡെറിവേറ്റീവ് 0. ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലം എക്സ്ട്രീമം പോയിൻ്റ് ആവണം എന്നില്ല. മനസ്സിലുണ്ടോ? വി കൻ ഓൾസോ സീ ദാറ്റ് ദ പോയിന്റ് ഇസ് ഇൻഫ്ലെക്ഷൻ, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണ്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഇത് എക്സ്ട്രീമം പോയിന്റ് അല്ല. അപ്പോൾ ഇതിൽ എക്സ്ട്രീമം പോയിന്റ് ഏതൊക്കെയാണ്? അപ്പോൾ ദിസ് ഇസ് ഇൻക്രീസിങ്. എപ്പോഴാണ് ഇൻ്റർവെൽ ഡിക്രീസിങ് ആവുക? ഇൻ വിച്ച് ഇൻ്റർവെൽ ഇറ്റ് ഇസ് ഡിക്രീസിങ്? ഇവിടെയാണ് ഡിക്രീസിങ്. ഇതാണ് ഇൻ്റർവെൽ 1,1,4. 1,7/5 ഡിക്രീസിങ് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ കണ്ടോ 1-ൻ്റെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ആണ്. ഫംഗ്ഷൻ ഹാസ് എ മാക്സിമം അറ്റ് 1. പിന്നെ കണ്ടോ 1.4ൻ്റെ ഇപ്പുറത്ത് നെഗറ്റീവാണ്, അപ്പുറത്ത് പോസിറ്റീവാണ്. ഇത് മിനിമമാണ്. അപ്പോൾ ഇറ്റ് ഇസ് മിനിമം അറ്റ്
x equals 1.4. 1.4 ആണ് 7/5. അപ്പോൾ 7/5 മിനിമമാണ്, 1 മാക്സിമമാണ്. 2 it is neither maximum nor minimum. ഇത് neither maximum nor minimum ആണ്. We call this point as point of inflection. Point of inflection. That we'll discuss later. But that's all about that question. Now, what is the answer here? This question answer that decreases in the interval na ചോദ്യം. ഞാൻ എല്ലാം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. Decrease in the interval 1, അല്ല അതാ ചോദ്യം, അല്ല ഡിക്രീസ് അല്ല ചോദിച്ചത് അല്ലേ. മാക്സിമം at x equals 1 അത് ശരിയാണ്. മിനിമം at x equals 7/5 ശരിയാണ്. Neither maximum nor minimum at x equals 2 അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഇസ് all of the above. D is answer. എല്ലാം ശരിയാണ്. D is answer. Okay. Now go to question number 42. 42 നോക്കാം. 42 പറയുന്നത് കണ്ടാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് തോന്നും. It is not quadratic equation question. Of course it is quadratic equation question, പക്ഷേ it is more linked with, totally linked with RMVT. Rolle's mean value theorem. What is Rolle's mean value theorem? ഒന്ന് recall your Rolle's mean value theorem. If f of x is continuous in the closed interval ab, f dash x exists in the open interval ab, and f of a equals f of b, then there is a c between a and b such that f dash c equals 0. അതാണ് Rolle's mean value theorem പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കാം. ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കാം. ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d വേണ്ട cx, ഇത് ഫംഗ്ഷനായിട്ട് എടുക്കാം. യു കൺസിഡർ ദിസ് ഫംഗ്ഷൻ. വെറുതെ ഇങ്ങനെയൊരു ഫംഗ്ഷൻ ആകാശത്തിന് എടുക്കാം. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ RMVTയിലെ ഈ ഫംഗ്ഷൻ RMVTയിലെ നെസസറി കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടത് നോക്കാം. ഫുൾഫിൽ ചെയ്യേണ്ടത് എന്തൊക്കെ നെസസറി കണ്ടീഷൻ RMVTയിലെ റോൾസ് മീൻ വാല്യൂ തിയറത്തിലെ നെസസറി കണ്ടീഷൻസ് എന്താ? ഒന്ന് കണ്ടിന്യൂസ് ആവാം ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, ഡിഫറൻഷ്യബിൾ ആവാം ഓപ്പൺ ഇൻ്റർവെല്ലിൽ, f of a f of b ഈക്വൽ ആവാം. ഇതൊക്കെയാണ് നെസസറി കണ്ടീഷൻ. വാട്ട് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്? ദർ ഇസ് എ c between a and b such that f dash c equals 0. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത നോക്കും. ഇത് പോളിനോമിയലാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എവരിവെയർ ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ഡിഫറൻഷ്യബിൾ എവരിവെയർ ആണ്. അപ്പം അത് വിഷയമല്ല, കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എല്ലാ സ്ഥലത്തും. നൗ വാട്ട് ഈസ് f of 0? ഇവിടെ എക്സിന് പകരം 0 കൊടുത്ത് നോക്കൂ, 0. നൗ വാട്ട് ഈസ് f of 1? ഇവിടെ എക്സിന് പകരം 1 കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്താ കിട്ടുക? a/3 പ്ലസ് b/2 പ്ലസ് c. ഇതല്ലേ a/3 പ്ലസ് b/2 പ്ലസ് c അല്ലേ? ശരിയാണ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 6 LCM എടുത്താൽ എന്താ കിട്ടുക? ഇറ്റ് ഇസ് 2a പ്ലസ് 3b പ്ലസ് 6c. തന്നിട്ടുണ്ട് 2a പ്ലസ് 3b പ്ലസ് 6c 0 ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2a പ്ലസ് 3b പ്ലസ് 6c 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 0/6. അപ്പോൾ യു ഗെറ്റ് f of 1 is 0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് കിട്ടി? f of aയും f of bയും ഈക്വൽ. ഇവിടെ ഇതാ f of a ഇവിടെ 0 ആണ്, b പറയുന്നത് 1 ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, f of aയും f of bയും ഈക്വൽ ആണ്. അതൊക്കെ അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ ഈ ഫംഗ്ഷൻ റോൾസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ റോൾസ് തിയറം പറയണത്? ദെൻ ദർ ഇസ് എ സി, സേ ആൽഫ. സിക്ക് വരെ ആൽഫ വെച്ചോളൂ, കാരണം ഓൾറെഡി കുറേ സികൾ ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സിക്ക് വരെ ആൽഫ വെച്ചോളൂ. ദർ ഇസ് എ സി ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബി പറഞ്ഞാൽ 0 and 1 സച്ച് ദാറ്റ് f dash c is equal to 0. അല്ലേ? അതല്ലേ പറയണേ? ദർ ഇസ് എ സി ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് f dash c equals 0. ഇവിടെ സി കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആ സി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടേക്ക് ഇറ്റ് ആസ് ആൽഫ. അപ്പോൾ ദർ ഇസ് ഇൻ ആൽഫ. റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻ പറയണം. സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദർ ഇസ് എ സി ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് f dash c equals 0. ആ സിക്ക് പകരം ആൽഫ വെച്ചോളൂ. അപ്പോൾ f dash alpha equals 0. Now what is f dash alpha? of the f dash x കാണാം. what is f dash x? ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയല്ലേ? f dash x എന്തായിരിക്കും? ax².
plus bx plus c. What is f dash alpha? It is a alpha square plus b alpha plus c. മനസ്സിലുണ്ടോ? അപ്പോൾ എഫ് ഡാഷ് ആൽഫ 0 ആവുന്ന ഒരു ആൽഫ ഉണ്ടാവും എന്നതിൻ്റെ അർത്ഥം എ ആൽഫ സ്ക്വയർ പ്ലസ് ബി ആൽഫ പ്ലസ് സി ഈക്വൽ 0 വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ക്വാഡ്രാറ്റിക്കിലെ ഈ ആൽഫ ഒരു റൂട്ടായിരിക്കും എന്നാണ്. മനസ്സിലുണ്ടോ? ആൽഫ വിൽ ബി എ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ 0. എന്ന് വെച്ചാൽ ആൽഫ എന്താണ്? ആൽഫ ഇസ് എ നമ്പർ ബിറ്റ്വീൻ 0 and 1. ദാറ്റ് മീൻസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ 0 ഹാസ് എ റൂട്ട്, ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട്. കാരണം റോൾസ് തിയറം പറയുന്നതാണ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ സി എന്നാണ്. അപ്പോൾ ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ 0. അപ്പോൾ ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ സച്ച് ദാറ്റ് എഫ് ഡാഷ് ആൽഫ ഈക്വൽ 0. ആ ആൽഫ എവിടെയാണ്? 0-ൻ്റെയും എൻ്റെയും ബീൻ്റെ ഇടയിലാണ്, 0-ൻ്റെയും 1-ൻ്റെ ഇടയിലാണ്. അപ്പോൾ വാട്ട്സ് ദ ആൻസർ? ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് ബി. എ ഇസ് ആൻസർ. 0 and 1, A is answer. Now we'll discuss question number 43. 43ാമത്തെ ചോദ്യത്തിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാം അല്ലെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവാം. ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയാൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയാൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഈ ഫംഗ്ഷൻ റിയൽ ടു റിയൽ ആണെങ്കിൽ, റിയൽ ടു റിയൽ ആണ് ഫംഗ്ഷനെങ്കിൽ, റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിലേക്കാണ് ഫംഗ്ഷനെങ്കിൽ ഇതെപ്പോഴും 1 1-ഉം ഓൺ 2 ആയിരിക്കും. കാരണം എന്താ? ഹൊറിസോണ്ടൽ ലൈൻ വിൽ കട്ട് ദ ഗ്രാഫ് ഓൺലി അറ്റ് 1 point. ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയാലും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയാലും ഫംഗ്ഷൻ വിൽ ബി ഓൾവേസ് 1 1. ഇത് R2R ആണെങ്കിൽ 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. അപ്പോൾ ഒരു കൺസെപ്റ്റ് നോക്കൂ. എന്താണ് കൺസെപ്റ്റ്? ഇഫ് എ ഫംഗ്ഷൻ ഇസ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, ഇറ്റ് വിൽ ബി ബൈജക്റ്റീവ്. 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ റിസൾട്ടാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ ആണെങ്കിൽ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. നൗ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നോക്കൂ, ഈ ക്വസ്റ്റിൻ്റെ ടൈപ്പാണ് ചോദിച്ചത്. ചോദ്യം നോക്കൂ, വാട്ട്സ് ദ ടൈപ്പ് ഓഫ് ദ മാപ്പ് എന്നാണ്. ടൈപ്പ് ഓഫ് ദ മാപ്പ് 1 1 ആണോ, ഓൺ 2 ആണോ, ഇൻ 2 ആണോ, അങ്ങനെ 4 ടൈപ്പ് മാപ്പ് അല്ലേ? 1 1 on 2, 1 1 in 2, പിന്നെ 1 on 2, പിന്നെ 1 in 2, അങ്ങനെ 4 ടൈപ്പാണ്. അപ്പോൾ ഇവിടെ യു ജസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ. ഇറ്റ് ഈസ് 2020 into 5 into x to the power 4 plus 1. ഇത് പവർ എക്സ് റേസ് ടു 4 ഈവൻ ആയതുകൊണ്ട് ഇത് ഉറപ്പാണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എക്സ് എന്ത് തന്നെയാണ്, ഇത് പോസിറ്റീവാണ്. പ്ലസ് 1 മിനിമം വാല്യൂ 1 ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് ഫംഗ്ഷൻ എപ്പോഴും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ ഇസ് 1 1 on 2. അപ്പോൾ ആൻസർ ഇസ് 1 1 ആസ് വെൽ ആസ് on 2. ആൻസർ ഇസ് സി. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് 1 1 on 2. ഓക്കെ. ഇതേ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിന് ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ. ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി പറയാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഗ്രാഫ് എക്സ് ആക്സിന് ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ. ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0-ന് ഒരു റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ. ഒരു റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ 2020 എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0-ന് എത്ര റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ? ഓൺലി 1 റിയൽ റൂട്ട്. കാരണം എന്താ? ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയതുകൊണ്ട്. അങ്ങനെയും ആ ചോദ്യത്തിന് ഒരു ഷെയ്ഡ് ഉണ്ട്, അതും ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്. നൗ വിൽ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 44. 44 പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ് പ്ലസ് ഇ പവർ എക്സ് ബൈ 2. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. വാട്ട് ഇസ് ജി ഡാഷ് 1? നമ്മൾ ഡിസ്കസ് ചെയ്യണം എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ആയിരിക്കും.
കാരണം എഫിൻ്റെ പണി ജി അൺഡു ചെയ്യും, ജിയുടെ പണി എഫ് അൺഡു ചെയ്യും. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സും എക്സ് ആയിരിക്കും, രണ്ടും ശരിയാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സും എക്സ് ആയിരിക്കും. ഏത് വേണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ സാമർത്ഥ്യമാണ്. ജി ഡാഷ് വൺ ആണ് ചോദിച്ചത്, ജി ഡാഷ് വൺ. അപ്പോൾ ഇത് ചെയ്തോളൂ. വാട്ട് ഈസ് എഫ് ഡാഷ് ജി ഓഫ് എക്സ്? എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് എന്താ? 1 ആണ്. ചോദിച്ചത് ജി ഡാഷ് എക്സ് ആണ്. ജി ഡാഷ് എക്സ് എന്തായിരിക്കും? 1/f' g of x. അല്ലേ, ശരിയല്ലേ? എഫ് ഡാഷ് ജി ഓഫ് എക്സ്. ചോദിച്ചത് ജി ഓഫ് 1 ആണ്, ജി ഓഫ് 1. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം, ജി ഡാഷ് 1. ജി ഡാഷ് 1 എന്തായിരിക്കും? 1/f' g of 1. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ആണ്, ഓക്കെ ആണല്ലോ, ശരിയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഞാൻ എഴുതാണ്. നോക്കൂ, ഈ കേസിൽ വാട്ട് ഈസ് എഫ് ഓഫ് 0? പ്ലീസ് ലിസൺ ദിസ് വെരി വെരി ഡിലിജൻ്റ്ലി. എക്സിന് പകരം 0 കൊടുത്താൽ എന്താ കിട്ടുക? ഇവിടെ 0 ക്യൂബ് 0 ആണ്, ഇൻറ്റു ഇ റേസ് ടു 0. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 1 ആണെങ്കിൽ 0 വിൽ ബി എഫ് ഇൻവേഴ്സ് 1. എഫിന് അങ്ങോട്ട് കൊണ്ടുപോവാം, ഇറ്റ് വിൽ ബി എഫ് ഇൻവേഴ്സ് 1. യു നോ എഫ് ഇൻവേഴ്സ് ജി, എഫ് എന്ന് പറഞ്ഞാൽ ജി ഇൻവേഴ്സ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ജി ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് 1? ജി ഓഫ് 1. മനസ്സിലുണ്ടോ? അപ്പോൾ വാട്ട് ഈസ് ജി ഓഫ് 1? ജി ഓഫ് 1 ഇസ് 0. അപ്പോൾ എഫ് ഓഫ് 0 1 ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ എഫ് ഓഫ് 0 1 ആയാൽ 0 എഫ് ഇൻവേഴ്സ് 1 ആവും. അപ്പോൾ 0 എഫ് ഇൻവേഴ്സ് 1 ആയാൽ എഫ് ഇൻവേഴ്സ് ജി ആണ്, അപ്പോൾ ജി ഓഫ് 1 ആണ്. അപ്പോൾ ജി ഓഫ് 1 പകരം എന്ത് എഴുതാം? Instead of g of 1, you can write 0. F inverse f dash 0 ചെയ്യാം. Now what is f dash x? ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. f dash x 3x square plus e power x by 2 into 1/2. അല്ലേ? e power x by 2 into 1/2, x by 2 ഡെറിവേറ്റീവ്. അതൊന്ന് f dash 0 എന്ന് കാണും. What is f dash 0? What is f dash 0? എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം കൊടുത്താൽ ഇത് 0 ആവും, ഇത് 1/2 ആവും. അപ്പോൾ എഫ് ഡാഷ് 0 1/2 ആണ്. എഫ് ഡാഷ് 0 ഈക്വൽസ് 1/2. അപ്പോൾ ഇവിടെ 1/2 കൊടുക്കാം. ദിസ് ഇസ് 1/1/2. ദ വാല്യൂ ഇസ് 2. അപ്പോൾ ജി ഡാഷ് 1 ഈക്വൽസ് 2. 2 ഉണ്ടോ ചോയ്സിൽ? യെസ്, ബി ഈസ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 45, 45 ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് റേസ് ടു 1/x. ഇത് എവിടേക്കാണ് ഇൻക്രീസിങ് ആവുക, എവിടേക്കാണ് ഡിക്രീസിങ് ആവുക? ഇതാണ് ചോദ്യം. ഇവിടെ പവറിലെ ഫംഗ്ഷൻ ഉണ്ട്. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് y ഈക്വൽസ് x ടു ദ പവർ 1/x. എഫ് ഓഫ് എക്സിനെ y ആയിട്ട് എടുക്കാം. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പവറിലെ എക്സ് ഉണ്ടെങ്കിൽ ലോഗറിതമിക് ഡിഫറൻഷ്യേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ ലോഗ് y ഈക്വൽസ് 1/x ln x. അല്ലേ? 1/x ln x. That is 1/y ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. dy by dx is equal to ln x by x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. താഴെ x സ്ക്വയർ, ഇറ്റ് ഈസ് x ഇൻറ്റു log എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ln x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് കിട്ടും? dy by dx is equal to ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ x raised to 1/x ഇൻറ്റു 1 മൈനസ് ln x by x സ്ക്വയർ. x raised to x equals 1 minus ln x by x square. ഇതാണ് ഡെറിവേറ്റീവ്. ദിസ് ഇസ് എഫ് ഡാഷ് എക്സ്. 1 minus log x by x square. ഇവിടെ നോക്കൂ, എപ്പോഴാണ് എഫ് ഡാഷ് എക്സ് 0 ആവുക? വെൻ വിൽ എഫ് ഡാഷ് എക്സ് ബിക്കം 0? ഇത് 0 ആകുമ്പോഴല്ലേ? ഇത് 0 ആവില്ല. എക്സ് 0 ആയ താഴെ ഡിഫൈൻഡ് ആവില്ല. മാത്രമല്ല ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ആകുമ്പോൾ എക്സ് 0 ആവാൻ പാടില്ല. അപ്പോൾ എക്സ് 0 ആവാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല, അങ്ങനെ കുറേ കണ്ടീഷൻസ്. ഒരിക്കലും ഇത് 0 ആവില്ല, ഇത് 0 ആവില്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം ഏതാ? 1 മൈനസ് ലോഗ് എക്സ് 0 ആവുന്ന സ്ഥലമാണ്. അപ്പോൾ 1 മൈനസ് ലോൺ എക്സ് 0 ആവുക എപ്പോഴാണ്? ലോൺ എക്സ് 1 ആവുന്ന സമയം. ലോൺ എക്സ് 1 ആവുന്ന സമയം ഏതാ? എക്സ് ഇ ആവുന്ന സമയം. അപ്പോൾ എക്സ് ഇ ആവുമ്പോഴാണ് ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ ഇഫ് യു ആർ ട്രൈങ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദറ്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഇഫ് യു ആർ ട്രൈങ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവുക എന്ന് പറയൂ. ഇതാണ് ഇ.
എക്സിന് പകരം ഇ കൊടുത്താൽ ഇഫ് യു പുട്ട് എക്സ് ഈക്വൽസ് ഇ ദ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് 0. കാരണം എന്താ ലോൺ ഈസ് 1 ആണ്. അപ്പോൾ 1 - 1 0 വരും. അപ്പോൾ എന്തായാലും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് ഇയിൽ കൂടി ക്രോസ് ചെയ്യും, ഉറപ്പാണ്. ഇയിൽ കൂടി ക്രോസ് ചെയ്യും. കാരണം ഡെറിവേറ്റ് എഫ് ഡാഷ് ഇ 0 ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് കേട്ടോ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ഇയിൽ കൂടി പാസ് ചെയ്യും, ഈ ക്രോസ് ചെയ്യും. ഇനി നോക്കൂ, ഇതിനേക്കാൾ വലിയൊരു നമ്പർ കൊടുക്കും, വെറുതെ ഒരു നമ്പർ, ഇതിനേക്കാൾ വലിയ നമ്പർ. ലോഗ് എക്സിൻ്റെ ഗ്രാഫ് അറിയാലോ, ലോഗ് എക്സിൻ്റെ ഗ്രാഫ്, ലോഗ് എക്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ഇ ആണ്, ഇതാണ് ലോഗ് ഇ. ലോഗ് ഇ ഈസ് 1. ഇതിനേക്കാൾ കുറച്ചും കൂടി വലിയ നമ്പർ കൊടുത്താൽ ഇതാണ് ലോഗ് 3. ലോഗ് 3 എന്തായാലും 1-നേക്കാൾ കൂടുതലാണ്, മനസ്സിലാണോ? അല്ലെങ്കിൽ 4. ഇത് ഈ പറഞ്ഞ 2 point something ആണ്, 2.7 something ആണ്. അപ്പോൾ കുറച്ചും കൂടി വലിയ നമ്പർ കൊടുത്താൽ ഇതിപ്പോൾ 3 ആണെങ്കിൽ ഇതാണ് ലോഗ് 3. അപ്പം ഈ ലോഗ് 3 പറയുന്നത് 1-നേക്കാൾ വലുതാണ്. അപ്പോൾ ഇഫ് യു ടേക്ക് എ നമ്പർ വിച്ച് ഇസ് ബിഗർ ദാൻ, ഇഫ് യു ടേക്ക് എൻ എക്സ് വിച്ച് ഇസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഇ, ഇയുടെ റൈറ്റ് സൈഡിൽ ഒരു എക്സ് എടുത്താൽ ആ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സേ 3, ഇയുടെ വലത്ത് ഭാഗത്തുള്ള നമ്പർ കൊടുക്കുക, സേ 3. ഇവിടെ 3 കൊടുത്താൽ 1 - ln 3 അല്ലേ വരിക. വാട്ട് ഈസ് 1 - ln 3? ഇതാണ് 1, ഇതാണ് ln 3. ആരാ വലുത്? ln 3 ആണ് വലുത്. അപ്പോൾ ഇതാണ് വലുത്, ഇതാണ് വലുത്. അപ്പം ചെറുതെന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവാണ് വരിക. അപ്പോൾ ഈ ഭാഗത്ത് നെഗറ്റീവ് ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി ഈ ഭാഗത്ത് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ഇ എങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഫ്രം ദാറ്റ്? At x equals e, this function changes its sign from, derivative changes its sign from positive to negative. അപ്പം എഫ് ഡാഷ് എക്സ് ഇതിൽ നിന്ന് എന്ത് പറയാം? എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ് whenever x is lying on the left side of e. ഇയുടെ ഇടത്ത് ഭാഗത്താണെങ്കിൽ. അപ്പോൾ -∞ to e ആണെങ്കിൽ അത് ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അതുപോലെ എഫ് ഡാഷ് എക്സ് ഇസ് നെഗറ്റീവ് whenever x is lying on the right side of e. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ -∞ ഇയിൽ ഇൻക്രീസിങ് ആണ്, ഈ ഇൻഫിനിറ്റിയിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ -∞ e ആൻഡ് ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ e ഇൻഫിനിറ്റി. മനസ്സിലുണ്ടോ? അപ്പോൾ അതൊന്ന് കിട്ടുന്ന വേറൊരു ഐഡിയ എന്താ? അറ്റ് ഇ ദ ഫംഗ്ഷൻ ഹാസ് എ മിനിമം മാക്സിമം. എന്തായിരിക്കും? ഇയുടെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ കയറി ഇറങ്ങുമ്പോൾ അത് മാക്സിമം ആണ്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽസ് ഇ ഇറ്റ് ഹാസ് എ മാക്സിമം. അപ്പോൾ 3 ഐഡിയാസാണ്. എന്തൊക്കെയാണ് 3 ഐഡിയാസ്? ഇയുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് -∞ ഇയിൽ പോസിറ്റീവ് ആയതുകൊണ്ട്, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഈ ഇൻഫിനിറ്റിയിലെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. At e, in the neighborhood of x equals e, derivative changes its sign from positive to negative. Therefore, it is maximum. Clearly? Now, what is the maximum value of that function? അപ്പോൾ ഇതിലെ ആൻസർ കഴിഞ്ഞു. What is the answer for that? ഇൻക്രീസിങ് എവിടെയാണെന്ന ചോദ്യം. എന്താ ആൻസർ? ഇൻക്രീസിങ് എവിടെയാണ്? ദാ ഇവിടെ -∞ ഇയിലാണ് ഇൻക്രീസിങ്, -∞ e. B is answer. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. ഒരു കാര്യം ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. എവിടേക്കാണ് ഇൻക്രീസിങ്, എവിടേക്കാണ് ഡിക്രീസിങ്, ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ എന്താണ്, അല്ലേ? ഏത് പോയിന്റിലാണ് മാക്സിമം? അറ്റ് എക്സ് ഈക്വൽസ് ഇയിലാണ് മാക്സിമം. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ? e⁻⁴ e⁻⁴ ആണ് മാക്സിമം വാല്യൂ. മനസ്സിലായോ? അത് എക്സ് ഇ ആകുമ്പോഴാണ് അത് മാക്സിമം ആവുക. മാക്സിമം വാല്യൂ എന്താ? ഇതിന് എക്സിന് പകരം ഇ കൊടുക്കുക, e⁻⁴. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒരു കാര്യം കൂടി ആ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് പറയാം. അതായത് എക്സ് ഇ ആകുമ്പോഴാണ് മാക്സിമം ആവുക എന്ന് പറഞ്ഞു. എക്സ് ഇ ആ മാക്സിമം എന്ന ആ ഫംഗ്ഷൻ്റെ ഈ ഗ്രാഫ്, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇത് ഇ ആണെങ്കിൽ ഇതാണ് ഇ, ഇതാണ് എക്സ് ഈക്വൽസ് ഇ, ഇതാണ് e⁻⁴ അല്ലേ? e⁻⁴. അപ്പോൾ ഇതിനേക്കാൾ ഇപ്പം ഇയുടെ തൊട്ടടുത്തുള്ള ആളാണ് 3, കുറച്ചപ്പുറത്തുള്ള ആളാണ് 4, കുറച്ചപ്പുറത്തുള്ള ആളാണ് 5, അല്ലേ? കുറച്ചപ്പുറത്തുള്ള ആളാണ് 6 ആൻഡ് സോ ഓൺ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ചോദ്യം, 3⁻⁴, 4⁻⁴, 5⁻⁴, 6⁻⁴, ഇതിൽ ഏറ്റവും വലുത് ഏതാ ചോദിച്ചാൽ വാട്ട് ഇസ് യുവർ ആൻസർ?
ഇതിൽ ഏറ്റവും വലുത് ഏതാ? 3^1/3, 4^1/4, 5^1/5, 6^1/6. വിച്ച് ഈസ് ബിഗർ? എന്താണ് ചെയ്യേണ്ടത്? x⁻1/xൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക ഇയിലാണ്. മാക്സിമം വാല്യൂ ഇസ് e⁻1/, എന്ന് പറഞ്ഞു. നോക്കൂ, ഇത് 3 ആണെങ്കിൽ ഇതല്ലേ 3^1/3, 4^1/4 ഇതല്ലേ, 5^1/5 ഇതല്ലേ, 6 ഇതല്ലേ, ഈ വെർട്ടിക്കൽ വരയിൽ ഏറ്റവും വലുത് ഇതല്ലേ. അപ്പോൾ ആൻസർ ഇസ് ദിസ്. 3^1/3 ആണ് ഏറ്റവും വലുത്. കാരണം ഈനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാ? 3 ആണ്. കാരണം ഈ പറഞ്ഞാൽ 2.7 സംതിങ് ആണ്. അപ്പോൾ ഈ 2.7 സംതിങ്ങിനോട് ഏറ്റവും അടുത്തുള്ള വാല്യൂ ആയിരിക്കും ഏറ്റവും ബിഗർ. മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ഞാൻ പറയണത്. ഞാൻ ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. e⁻1/e ആണോ വലുത്, π⁻1/π ആണോ വലുത് ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? e⁻1/π ആണോ വലുത്, π⁻1/π ആണോ വലുത് ചോദിച്ചാൽ തീർച്ചയായിട്ടും e⁻1/e ആണ് വലുത്. മനസ്സിലായോ? e⁻1/eനേക്കാൾ വലുത് π⁻1/π ആണ്. ഇസ് ക്ലിയർ? അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കം ടു ക്വസ്റ്റ്യൻ നമ്പർ 46. 46ഉം 47ഉം ഒരേ ലോജിക്കാണ് കേട്ടോ. അപ്പോൾ 46ൻ്റെ ആൻസർ എന്താ? e⁻1/, ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പം e⁻1/e എന്തായാലും π⁻1/πനേക്കാൾ വലുതായിരിക്കും. കാരണം എന്താ? x⁻1/x ഇസ് മാക്സിമം വെൻ x ഈക്വൽസ് e ആൻഡ് ദ മാക്സിമം വാല്യൂ ഇസ് e⁻1/e. അറിയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? റേസ് ദ പവർ ടു e. ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ഇയുടെ പവർ റേസ് ചെയ്യാം. അപ്പോൾ എന്താവും? e ഈസ് ബിഗർ ദാൻ π⁻e/π. ഇനി e⁻πയുടെ പവർ റേസ് ചെയ്യുക ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും. അപ്പോൾ e⁻π ഇസ് ബിഗർ ദാൻ π⁻e. ആൻസർ ഇസ് e⁻π ബിഗർ ദാൻ π⁻e. എ ഇസ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47 ഇതേ ലോജിക്കാണ്. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 47ൻ്റെ ആൻസർ എന്താ? കണ്ടോ, ഇതിൽ ഏറ്റവും വലുത് ഏതാണോ അതും ഇതേ ചോദ്യം തന്നെയാണ്. 2^1/2, 3^1/3, 4^1/4, 5^1/5, etc. 7^1/6. അതിൽ ഏറ്റവും വലുത് ഏതാ? 3^1/3. കാരണം എന്താ? ഈനോട് ഏറ്റവും അടുത്തുള്ളത് ആരാണ്? 3 ആണ്. അപ്പോൾ ആൻസർ ഇസ് 3^1/3. ഞാൻ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാം. എ ഇസ് ആൻസർ.